നിങ്ങൾക്കറിയോ, ഫോർ പ്ലേയെക്കുറിച്ച് നിലനിൽക്കുന്ന മറ്റൊരു തെറ്റിദ്ധാരണയാണിത്. ഇത് നീണ്ടതും സങ്കീർണവുമായ, അതായത് ലോങ് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ആയ ഒരു പ്രക്രിയ ആയിരിക്കണം എന്നത്. എലാബറേറ്റ് ആയ പല ഘട്ടങ്ങളിലൂടെയും കടന്നുപോയാൽ മാത്രമേ ഫോർ പ്ലേ ഫലപ്രദമാകൂ എന്നാണ് പലരും കരുതുന്നത്. ഇത് പലപ്പോഴും പങ്കാളിയിൽ സമ്മർദ്ദമുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ ഇതിൻ്റെ യാഥാർത്ഥ്യം, ഫോർ പ്ലേ ഒരു മാരത്തോൺ ആക്കേണ്ടതില്ല. ലളിതമായ സ്നേഹപ്രകടനങ്ങൾ ഫോർ പ്ലേ ലളിതമായി ആരംഭിക്കാവുന്നതാണ്. ഒരു ആത്മാർത്ഥമായ ചുംബനം, അതായത് പാഷനേറ്റ് കിസ്, ഒരു മൃദുലമായ സ്പർശം, ജെന്റിൽ ടച്ച്, അല്ലെങ്കിൽ ഏതാനും മിനിറ്റുകൾ പങ്കാളിക്ക് ശ്രദ്ധ നൽകുന്നത് പോലും ഫലപ്രദമായ ഫോർ പ്ലേ ആണ്. ഗുണമേന്മയാണ് പ്രധാനം. സമയം എത്ര എടുത്തു എന്നതിലല്ല കാര്യം, മറിച്ച് ആ സമയം എത്രത്തോളം ആസ്വാദ്യകരവും അർത്ഥവത്തുമായിരുന്നു, എൻജോയബിൾ ആൻഡ് മീനിങ്ഫുൾ എന്നതിലാണ്. 5 മിനിറ്റ് ആത്മാർത്ഥമായ ഫോർ പ്ലേ 30 മിനിറ്റ് ശ്രദ്ധയില്ലാത്ത ഫോർ പ്ലേക്കാൾ മികച്ചതായിരിക്കും. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ലളിതമായ ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. പാഷനേറ്റ് ചുംബനം, അതായത് തിരക്കിനിടയിൽ നിൽക്കുമ്പോൾ ഒരു നീണ്ട തീവ്രമായ ചുംബനം മനസ്സിനെ പെട്ടെന്ന് ഉത്തേജിപ്പിക്കും. ഫോക്കസ്ഡ് അറ്റൻഷൻ, പങ്കാളിയുടെ ലൈംഗിക ഉത്തേജന മേഖലയിൽ, അതായത് എറഗോണസ് സോണിൽ ഏതാനും മിനിറ്റുകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തലോടുന്നത് ഉത്തേജനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അടുത്തത് വൈകാരിക ശ്രദ്ധയാണ്. കിടക്കൽ കയറുന്നതിന് മുമ്പ് ഇന്ന് നിനക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുന്നത് പോലും മികച്ചൊരു ഫോർ പ്ലേ ആണ്. ഫോർ പ്ലേ സങ്കീർണമായിരിക്കണം എന്ന് നിർബന്ധമില്ലെങ്കിൽ അത് പങ്കാളികളിലെ പ്രകടനത്തെക്കുറിച്ചുള്ള സമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. നിങ്ങൾക്ക് തോന്നുന്ന സമയത്ത് സൗകര്യത്തിലും ലളിതമായി തുടങ്ങാമത്. ഫോർ പ്ലേയുടെ ലക്ഷ്യം ലൈംഗികതയിലേക്കുള്ള ഒരു സന്തോഷകരമായ തുടക്കം നൽകുക എന്നതാണ്. ഇത് നിങ്ങളുടെ ബന്ധത്തിന് അനുയോജ്യമായ രീതിയിലും ലളിതവും വഴക്കമുള്ളതുമായി, അതായത് ഫ്ലെക്സിബിളായി നിലനിർത്താൻ സാധിക്കും.